മന്ത്രി കെ ബാബുവിൻ്റെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് കെ ബാബുവിൻ്റെ സ്വത്ത് കണ്ടുകെട്ടി ഇ ഡി 25.82 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഇ ഡിയുടെ നടപടി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഒടുവിൽ കെ ബാബുവും കുടുങ്ങിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇങ്ങനെയൊരു അന്വേഷണം ആരംഭിച്ച സമയത്ത് തന്നെ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. ഇപ്പോൾ MLA കൂടിയാണ് കെ ബാബു. ഈ കേസ് അല്ലെങ്കിൽ ഈ നടപടി, ഇ ഡിയുടെ ഈ നടപടി അദ്ദേഹത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? കെ ബാബു വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിരുന്നു മന്ത്രിയായിരുന്ന കാലയളവിൽ എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ് ഫിഷറീസ് മന്ത്രി ആയിരുന്ന കാലത്തെ സ്വത്ത് കേസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. തുടർന്ന് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. ആദ്യം 150 കോടി രൂപയുടെ അനധികൃത സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷം അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ ഒരു ഏകദേശ കണക്കായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കണക്കാക്കിയത് 25 ലക്ഷം രൂപയായിരുന്നു. 25 ലക്ഷം രൂപയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് ഇത്തരത്തിൽ സമ്പാദിച്ചതായി വിജിലൻസ് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസെടുക്കുന്നതും. തുടർന്ന് 2020 തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കൊച്ചിയിലെ ഓഫീസിൽ കെ ബാബുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായി അന്വേഷണവും നടപടികളും ആരംഭിച്ചു. തുടർന്നാണ് ഇപ്പോൾ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് തനിക്ക് ട്രാവൽ ഡെയിലി അലവൻസുകൾ വരുമാനമായി ലഭിച്ചതാണ്. ഡെയിലി അലവൻസുകളുടെ വരുമാനമാണ് ഇത്തരത്തിൽ തന്റെ സ്വത്തുക്കളായി അല്ലെങ്കിൽ വരുമാനമായി കണക്കാക്കിയത് എന്നും അത് തെറ്റായ രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം നടന്നത് എന്നെല്ലാമുള്ള ആരോപണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ബാബു ഉന്നയിച്ചിരുന്നു. എന്നാൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിലും അനധികൃതമായി തന്നെയാണ് ഈ ഒരു സ്വത്ത് സമ്പാദനം 25 ലക്ഷം രൂപയുടെ നിലവിൽ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുന്നതും അങ്ങനെയാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇപ്പോൾ ഇ ഡി കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന കാലത്ത് മന്ത്രി കെ ബാബുവിനെതിരെ നിരവധി ആരോപണങ്ങൾ, കോഴയാരോപണങ്ങൾ അടക്കം ഉയർന്നു വന്നിരുന്നു. തുടർന്ന് പിന്നീട് വിശദമായ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വിജിലൻസ് കേസെടുത്തു, അന്വേഷണം ആരംഭിച്ചു. വിജിലൻസിന് മൊഴി നൽകാൻ കെ ബാബു എത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി വിജിലൻസ് കേസിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ പ്രാഥമികമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, സ്വത്ത് സമ്മാനം നടത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിച്ചതോടുകൂടിയായിരുന്നു ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം കൂടി വരികയും ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്.